പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. പ്രബ് സ്കെയിലിലേക്ക് സ്വാഗതം. ഞാൻ അശോകൻ. നമുക്ക് 2026 LPUP നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 2026 2027 പരീക്ഷ നടക്കും എന്ന പ്രതീക്ഷയോടെയാണ് നമ്മൾ LPUP പഠനം ആരംഭിക്കുന്നത്. 2024 നടന്ന പരീക്ഷയിൽ പ്രബ് സ്കെയിലിൻ്റെ നോട്ടിൽ നിന്ന് LP പരീക്ഷയ്ക്ക് 10-ൽ 10 മാർക്ക് കിട്ടിയിട്ടുണ്ട്. UP പരീക്ഷയ്ക്ക് 10-ൽ 9 മാർക്കും നമ്മുടെ നോട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുകയാണ്. അതേപോലെ 10-ൽ 10 നേടാനുള്ള ഒരു പരിശീലനം പ്രബ് സ്കെയിലിൽ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, നിങ്ങളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് ഈ പരീക്ഷയെ. നമ്മളോടൊപ്പം ഉള്ളത് നേരത്തെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് നല്ല സേഫ് സോണിലല്ലാത്ത കുട്ടികളുണ്ട്. മുമ്പ് ലിസ്റ്റിൽ വന്നിട്ട് പ്രവേശനം ലഭിക്കാത്തവരുണ്ട്, ജോലി ലഭിക്കാത്തവരുണ്ട്. ഏറ്റവും ഫ്രഷായിട്ട് വന്നിട്ടുള്ള കേട്ടറ്റ് കഴിഞ്ഞിട്ട് വരുന്നുള്ളവരുണ്ടാവും. ഇവരെല്ലാം ചേർന്നുള്ള ഒരു കടുത്ത മത്സരത്തിലേക്കാണ് LPUP പരീക്ഷ നീങ്ങുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു പരീക്ഷയാണ് LP വിഭാഗത്തിലേക്കും UP വിഭാഗത്തിലേക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു മത്സര പരീക്ഷ കൂടിയാണ് LPUP എന്നുള്ളത്. അപ്പോൾ അതിനെ എങ്ങനെ കൃത്യമായിട്ട്, വളരെ കൃത്യമായൊരു പ്ലാനോട് കൂടിയിട്ട് നമുക്ക് എങ്ങനെ പരിശീലിക്കാം എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഒന്ന്, നമ്മുടെ സിലബസ് കൃത്യമായി അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, SCERT പാഠപുസ്തകത്തിൽ നിന്ന് കഴിഞ്ഞ 2024 പരീക്ഷയ്ക്ക് കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ 2023 മാറിയിട്ടുണ്ട്. 2, 4, 6, 8, 10 ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ 2024 മാറി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ 2 പുസ്തകങ്ങളും പഠിക്കണം. മാറിയ പുസ്തകങ്ങളും നോക്കണം, പുതിയ പുസ്തകങ്ങളും അല്ലെങ്കിൽ പഴയ പുസ്തകങ്ങളും നമ്മൾ നോക്കണം, പുതിയ പുസ്തകങ്ങളും നമ്മൾ നോക്കണം എന്നുള്ളതാണ് SCERT ഭാഗത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ചോദ്യത്തിൽ എന്ത് മാറ്റമാണ് വരുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, 2024 നടന്ന HSST പരീക്ഷയിലും അതേപോലെ 2022 നടന്ന HST പരീക്ഷയിലും 2025 നടന്ന HST പരീക്ഷയിലും എല്ലാം തന്നെ ചോദ്യത്തിൽ പ്രകടമായ മാറ്റമുണ്ട്. 24 നടന്ന അധ്യാപക തസ്തികകളിലെല്ലാം തന്നെ കാതലായ മാറ്റം ചോദ്യത്തിൽ വരുന്നു എന്നുള്ളതാണ്. സ്റ്റേറ്റ്മെന്റ് മാതൃകയിലേക്ക് ചോദ്യം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ രീതിയിലേക്കുള്ള മാറ്റം കൂടി പ്രതീക്ഷിച്ചാണ് നമ്മൾ ചോദ്യം രീതികളൊക്കെ പരിശീലിക്കേണ്ടത്. ആ സ്റ്റേറ്റ്മെന്റ് മാതൃകയിലുള്ള ചോദ്യങ്ങൾ വരുന്ന രീതിയിലുള്ള മാതൃകാ ചോദ്യങ്ങൾ നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മോഡൽ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കേണ്ടതുണ്ട്, മുൻകാല ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കേണ്ടതുണ്ട്. ഇങ്ങനെ ദീർഘമായ ഒരു പ്ലാനാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാരണം ഇപ്പോഴും പരിശീലനം തുടങ്ങിക്കഴിഞ്ഞ് 2025 നമ്മൾ പരിശീലനം ആരംഭിക്കുന്നു. 2026, 27 പരീക്ഷ വരെ, പരീക്ഷയുടെ തലേ ദിവസം വരെ നമ്മൾ ഈ പരിശീലനം തുടരുകയും ചെയ്യും. അപ്പൊ ആ രീതിയിലേക്ക് ഒരു ദീർഘകാല കോഴ്സായിട്ടാണ് LPUP നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, 100 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് വരുന്നത്, അല്ലെ? കേരള ചരിത്രവും ലോക ചരിത്രവും കൂടി 19 മാർക്കിനാണ്. ബേസിക് സയൻസിൽ നിന്ന് 26 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അങ്ങനെ 45 മാർക്കാണ് ചരിത്രവും സയൻസും ചോദിക്കുന്നത്. പിന്നീട് 55 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അതിൽ സൈക്കോളജിയിൽ നിന്ന് 20 മാർക്കിന്റെ ചോദ്യങ്ങൾ, കണക്കിൽ നിന്ന് 15 മാർക്കിന്റെ ചോദ്യം, മലയാളത്തിൽ നിന്ന് 10 മാർക്ക്, ഇംഗ്ലീഷിൽ നിന്ന് 10 മാർക്ക്, അങ്ങനെ 55 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അങ്ങനെ 55ഉം 45ഉം ചേർന്നിട്ട് 100 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ഈ 100 മാർക്കിന്റെ ചോദ്യങ്ങൾ പരമാവധി ഉത്തരങ്ങൾ നമുക്ക് ശരിയാക്കാവുന്ന രീതിയിൽ എങ്ങനെ പരിശീലിക്കാം എന്നുള്ളതാണ്. അതിൽ മലയാളത്തിൽ 10-ൽ 10 കിട്ടാൻ നമുക്ക് എന്ത് വേണം? ഏറ്റവും നല്ല ഒരു തസ്തികയാണ്. ബേസിക് ആയിട്ട് 25,200
രൂപയാണ് നമ്മൾ അതിൻ്റെ ബേസിക് സാലറി എന്ന് പറയുന്നത്. വളരെ നല്ല ഒരു സേഫ് സോൺ ആയിട്ടുള്ള ഒരു ജോലിയാണ്. നമ്മുടെ വീട്ടിനടുത്ത് കിട്ടാവുന്ന ഒരു തസ്തികയാണ്. കാരണം നമ്മുടെ വീട്ടിനടുത്തെല്ലാം ധാരാളം LP സ്കൂളുകളും UP സ്കൂളുകളും ഉണ്ട്. അവിടെ തന്നെ നമുക്ക് ടീച്ചറായിട്ട് ജോലി കയറണം. നമ്മുടെ വളരെ പ്രതീക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു ജോലിയാണ്. അതിൽ നമുക്ക് എങ്ങനെ ഫുൾ മാർക്ക് അടിച്ചെടുക്കാം എന്നുള്ളതാണ്. അതിൽ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് മലയാളത്തിൻ്റെ 10 മാർക്കിൽ 10 നമുക്ക് കിട്ടണം. ആ രീതിയിലുള്ള വളരെ കണിശമായ കൃത്യമായ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പരിശീലനം. കഴിഞ്ഞ UP ചോദ്യത്തിൽ 1-2 ചോദ്യം നമ്മുടെ കുട്ടികൾക്ക് വലിയ കുഴപ്പമുണ്ടാക്കി എന്നുള്ളതാണ്. ബഹുബ്രീഹി എന്ന സമാസം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ ബഹുബ്രീഹി സമാസത്തിൽ നിന്ന് അതിൻ്റെ ഉപവിഭാഗങ്ങളിലേക്കാണ് ചോദ്യം പോയത്. അത് കുട്ടികൾക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആ കുറവ് കൂടി പരിഹരിച്ചുകൊണ്ട് ഓരോ ടോപ്പിക്കും അതിൻ്റെ ഉപവിഭാഗങ്ങളും ഒക്കെ തന്നെ കൃത്യമായി പരിശീലിച്ചു പോകുന്ന രീതിയിലേക്കുള്ള കഴിഞ്ഞകാല ചോദ്യപേപ്പറുകളിൽ നിന്നെല്ലാം കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ കൃത്യമായി അടുക്കും ചിട്ടയും കൂടിയുള്ള ഒരു പരിശീലനത്തിലൂടെ മലയാളത്തിൽ 10 മാർക്കും നേടിയാൽ കട്ട് ഓഫിലേക്ക് ബാക്കിയല്ലേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. ആ ഒരു പ്ലാനാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു പരിശീലനം നടക്കുമ്പോൾ ഒരു മത്സര പരീക്ഷയെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ കൃത്യമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ സിലബസ് എന്താണ് എന്നുള്ളതാണ്. കൃത്യമായി സിലബസ് അറിഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി സിലബസ് അറിഞ്ഞുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഉള്ളത്. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് ഈ സിലബസ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. സിലബസ് പരിചയപ്പെടുത്തിയതിനു ശേഷം 2 മാതൃകാ ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു പോകുന്നുണ്ട്. കാരണം എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത്, സിലബസിൽ നിന്ന് ഫോളോ ചെയ്തിട്ടുണ്ടോ, സിലബസ് പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുണ്ടോ, സിലബസിൽ തന്നെയാണോ ചോദ്യം വന്നിട്ടുള്ളത് എന്നാണ്. അപ്പൊ കൃത്യമായി നമുക്ക് പറയാൻ കഴിയും പൂർണ്ണമായും കഴിഞ്ഞ LP UP ചോദ്യങ്ങൾ പൂർണ്ണമായും സിലബസിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം സിലബസ് കൃത്യമായി പഠിക്കുന്ന ഒരു കുട്ടിക്ക്, പ്ലാൻഡ് ആയിട്ട് ടൈം ടേബിൾ അനുസരിച്ചിട്ട് കൃത്യമായി പഠിക്കുന്ന ഒരു കുട്ടിക്ക് കൃത്യമായ മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കിട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് കൃത്യമായൊരു പ്ലാൻ വേണം. അപ്പം നമ്മുടെ ഒരു അലസത എന്ന് പറയുന്നത്, നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ലല്ലോ, പരീക്ഷയ്ക്ക് തീയതിയൊന്നും ആയിട്ടില്ലല്ലോ, തുടങ്ങാലോ എന്നൊക്കെ ഒന്നും വിചാരിക്കേണ്ട നിങ്ങൾ. കാരണം നമുക്ക് അത്രയും ഒരു കുന്നുകൂമ്പാരം പഠിക്കാനുണ്ട്. കാരണം സിലബസ് അതാണ് നമ്മളോട് പറയുന്നത്. നിങ്ങൾ കൃത്യമായി സിലബസ് എടുത്തിട്ട് ഒരു പ്രിന്റ് ഔട്ട് എടുത്തിട്ട്, എൻ്റെ ഫോണിലുണ്ട് എന്നൊന്നും വിചാരിക്കേണ്ട, ഒരു പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ ഒരു പേപ്പറിൽ അത് ഒരു ഫ്രെയിം ചെയ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ ഒരു ഫയലാക്കി വെക്കണം സിലബസ്. എന്നിട്ട് ഓരോ സിലബസിലെ ഓരോ ഭാഗവും ഞാൻ ഇങ്ങനെ പഠിച്ച് മുന്നേറിയിട്ടുണ്ട് എന്ന് കൃത്യമായൊരു പ്ലാനോടുകൂടി വേണം മക്കൾ പഠിക്കാൻ. അങ്ങനെ പഠിച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിനടുത്തുള്ള LP സ്കൂളിലേക്കോ UP സ്കൂളിലേക്കോ നിങ്ങൾക്ക് പ്രവേശിക്കാം. നിങ്ങളെ കാത്തിരിക്കുകയാണ്. തസ്തികകൾ നിരവധി. ഇപ്പോൾ കുറവാണോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അതെല്ലാം നിങ്ങൾ മറന്നേക്കൂ. നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് സിലബസിൽ തന്നിട്ടുള്ളത് അത് പൂർണ്ണമായും പഠിച്ച് നിരവധി തവണ അത് റിവൈസ് ചെയ്ത് മോഡൽ പരീക്ഷ നടത്തി ടോപ്പിക് വൈസ് പരീക്ഷ നടത്തി നിങ്ങളെ പരീക്ഷയ്ക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നതിൻ്റെ വരെ, പരീക്ഷയുടെ തലേ ദിവസം വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. പ്രബ് സ്കെയിലിൽ കാരണം സൈക്കോളജിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശിവരാജ് സാറുണ്ട്, ബാലകൃഷ്ണ സാറുണ്ട്, പിന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ പ്രഗത്ഭരായ അധ്യാപകരുണ്ട്, ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് രാജൻ മാഷുണ്ട്. അങ്ങനെ ആ രീതിയിൽ കേരളത്തിലെ പ്രഗത്ഭരായ അധ്യാപകരുടെ അധ്യാപകർ, അതാണ് ശിവരാജ് സാറിൻ്റെയും ബാലകൃഷ്ണ സാറിൻ്റെയും പുസ്തകങ്ങളാണ് കേരളത്തിൽ എല്ലാ കുട്ടികളും ഇതിന് പരിശീലിക്കാൻ വേണ്ടി റെഫർ ചെയ്യുന്ന പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ മലയാളത്തിൻ്റെ പുസ്തകം പുറത്തിറങ്ങാൻ പോവുകയാണ്. ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട പുസ്തകം പുറത്തിറക്കുന്നുണ്ട്. പ്രബ് സ്കെയിലിൻ്റെ പുസ്തകം, സെപ്പറേറ്റ് പുസ്തകങ്ങൾ പുറത്തിറങ്ങുകയാണ്. അതെല്ലാം അതിൻ്റെ പണിപ്പുരയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. താമസിയാതെ നിങ്ങൾക്കത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് സിലബസ്? എന്താണ് മലയാളത്തിൽ LP UPയുടെ സിലബസ്? നിസ്സാരമായി കാണരുത്. മലയാളമാണ്, വ്യാകരണം എനിക്കറിയാം, എനിക്ക് മലയാളമല്ലേ, അത് എളുപ്പമാണ് എന്നൊന്നും വിചാരിക്കേണ്ട. അങ്ങനെ വിചാരിച്ചു പോയ ആളുകൾ UP പരീക്ഷയിൽ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. LP പരീക്ഷയിൽ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. 10 മാർക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ UP പരീക്ഷയിൽ മലയാളത്തിൽ 1-2 ചോദ്യങ്ങൾ കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചോദ്യം ഏതാണെന്ന് ഞാൻ ഇവിടെ പറയാം.
അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി, ഒന്നും ലാഘവമായിട്ട് എടുക്കരുത്, വളരെ ഗൗരവത്തോടുകൂടി കൃത്യമായ ഒരു അടുക്കും ചിട്ടയോടുകൂടി നമുക്ക് മുന്നേറാം. അപ്പൊ അതിന് എന്താണ് സിലബസിൽ നമുക്ക് പറയാനുള്ളത് എന്നുള്ളതാണ്. സിലബസിന് 3 ഭാഗമാണുള്ളത്. ഒന്ന് സാഹിത്യപരം, മറ്റൊന്ന് ഭാഷാപരം, 3 ബോധനശാസ്ത്രപരം. ഭാഷാപരത്തിൽ, സാഹിത്യപരത്തിൽ എന്തെല്ലാമാണ് വരുന്നത് ഞാൻ വിശദമായി പ്രതിപാദിക്കാം. അതിൽ കവിത വരുന്നുണ്ട്, നോവൽ വരുന്നുണ്ട്, ചെറുകഥ വരുന്നുണ്ട്, സഞ്ചാര സാഹിത്യം വരുന്നുണ്ട്, ജീവചരിത്രം വരുന്നുണ്ട്, ബാലസാഹിത്യം വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? കൃത്യമാണല്ലോ? സിലബസ് വളരെ കൃത്യമാണ്. ഇനി ഭാഷാപരം എന്നുള്ളതിൽ എന്താണ്? ഭാഷയുടെ ചരിത്രം വരുന്നുണ്ട്. അതേപോലെ തന്നെ സന്ധി, സമാസം, വിഭക്തി, നാമം, ക്രിയ, കാരകം, തദ്ധിതം, പ്രകാരം, പ്രയോഗം, തത്സമം, തൽഭവം എന്ന് വേണ്ട വ്യാകരണത്തിന്റെ എല്ലാ വിഭാഗങ്ങളും 10ാം ക്ലാസ് നിലവാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10ാം ക്ലാസ് നിലവാരമൊന്നുമല്ല, ഡിഗ്രി നിലവാരമാണ് ചോദ്യത്തിന്. സിലബസ് പറയുന്നത് 10ാം ക്ലാസ് നിലവാരം എന്നാണ്. പക്ഷേ 10ാം ക്ലാസ് നിലവാരം എന്നല്ല, അതിൽ ഡിഗ്രി തലത്തിലുള്ള ഡിഗ്രി പരീക്ഷയുടെ നിലവാരത്തിൽ, HST പരീക്ഷയുടെ നിലവാരത്തിൽ നമ്മൾ നോക്കിയാലേ നമുക്ക് LP UP നിലവാരത്തിലേക്ക് ഉയർന്ന റാങ്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ HSSTക്ക് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. HSST മലയാളം ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു, ക്ലാസ് തുടരുകയാണ്. HST പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ ഇരിക്കുകയാണ്, അവരും ഈ പരീക്ഷയ്ക്ക് ഉണ്ടാകും. അപ്പൊ കൃത്യമായിട്ട് മലയാളത്തിന് 10 മാർക്ക് കിട്ടാൻ, ഇനി അതിലെ 3ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ബോധനശാസ്ത്രപരമാണ്. അതിൽ ഒന്ന് ഉദ്ഗ്രഥിത സമീപനമാണ്. 2ാമത്തേത് ഞാൻ വിശദമായിട്ട് ഇവിടെ പ്രതിപാദിക്കും, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഒന്ന് ഉദ്ഗ്രഥിത സമീപനമാണ്, 2 ഭാഷാ പഠന സിദ്ധാന്തങ്ങളാണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഭാഷാ പഠന സിദ്ധാന്തങ്ങളിൽ ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പിന്നെയുള്ളത് ആസൂത്രണമാണ്. വാർഷികാസൂത്രണം, യൂണിറ്റ് ആസൂത്രണം, ദൈനംദിന ആസൂത്രണം, വിലയിരുത്തൽ. ഇതാണ് മക്കളെ LP UP സിലബസ്. കേൾക്കാൻ എളുപ്പമാണ്, കുറച്ചേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് അങ്ങ് ചെല്ലുമ്പോഴേക്കാണ് അതിങ്ങനെ ശാഖകളായിട്ട് ഇങ്ങനെ പോവുകയാണ്. അതെല്ലാം കൃത്യമായി പഠിച്ച് 10 മാർക്കും നേടാനുള്ള ഒരു പ്ലാൻ നമ്മൾ ഇന്നു മുതൽ തയ്യാറാക്കുകയാണ്. ഞാൻ ജസ്റ്റ് സിലബസ് ഒന്ന് പരിചയപ്പെടുത്താം, ഇല്ലേ? 6ാമത് പാർട്ടായിട്ടാണ് നമ്മുടെ മലയാളം വരുന്നത്. 10 മാർക്കാണ്. 91 മുതൽ 100 വരെ ചോദ്യങ്ങൾ മലയാളം. സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ 91 മുതൽ 100 വരെ ചോദ്യങ്ങൾ മലയാളത്തിൻ്റെതാണ്, അല്ലേ? നോക്കാം. ഒന്നാമത്തേത് സാഹിത്യപരം എന്നാണ്. അതിൽ നിന്ന് 2 3 ചോദ്യങ്ങൾ, ചിലപ്പോൾ 4 ചോദ്യങ്ങൾ അതിൽ നിന്നുണ്ടാവും. സാഹിത്യപരം എന്നുള്ളത്, അല്ലേ? അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കവിതാ സാഹിത്യം മുഴുവൻ നിങ്ങൾ പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ, കവിതാ സാഹിത്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 3 കവിതകളോ അല്ലെങ്കിൽ പ്രാചീന കവിത്രയം, ആധുനിക കവിത്രയം അങ്ങനെ ഒന്നും പഠിച്ചാൽ പോരാ. നമുക്ക് രാമചരിതം മുതൽ ഇങ്ങോട്ട് തുടങ്ങണം, കൃത്യമായിട്ട് തുടങ്ങണം. ഓരോ സ്ലൈഡ് വെച്ച് നമ്മൾ വിശദീകരിക്കും. എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ആദ്യത്തെ പദ്യസാഹിത്യ കൃതിയായ രാമചരിതവും അതെഴുതിയ ചീരാമനും, അതിൽ പിന്നീട് വരുന്ന തിരുനിഴൽമാല, അതിനുശേഷം വരുന്ന കോവളം കൃതികൾ, അതിനുശേഷം വരുന്ന നിരണം കൃതികൾ, ഇതില്ല നിരണം കവികൾ ആരെല്ലാം എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം നിരണം കവികൾ, പിന്നീട് വരുന്ന മണിപ്രവാള പ്രസ്ഥാനം, അതേപോലെ കവിതയിൽ വരുന്ന പ്രാചീന കവിത്രയം, ആധുനിക കവിത്രയം, വന്ന് ഉത്തരാധുനിക കവികൾ, ഇങ്ങിങ്ങേ തലയ്ക്ക് സച്ചിദാനന്ദൻ മാഷ് മുതൽ, അതേപോലെ തന്നെ P രാമൻ മുതൽ, വിജയലക്ഷ്മിയുടെ കവിതകൾ മുതൽ ഇങ്ങേ തല വരെ അത്യന്താധുനിക കവിതകൾ വരെ കവിതയുടെ പേര് പഠിക്കണം, അതിലെ പ്രമേയങ്ങൾ പഠിക്കണം, പ്രധാനപ്പെട്ട അവാർഡ് കിട്ടിയ കവിതകൾ പഠിക്കണം, കവിതയിലെ പ്രധാനപ്പെട്ട വരികൾ പഠിക്കണം, അല്ലേ? 6 മലയാളിക്ക് 100 മലയാളം എന്നാണ് LP UPയിൽ ചോദിച്ചത്. അപ്പൊ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ കവിതയുമായി ബന്ധപ്പെട്ട A to Z കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കും. ഒരു തർക്കവും വേണ്ട, കൃത്യമായി അത് നമ്മൾ റിവൈസ് ചെയ്ത് പഠിപ്പിക്കും. 2ാമത് വരുന്നത് നോവലാണ്. ചോദിച്ചില്ലേ 24-ൽ, അല്ലേ? 50ാം വാർഷികം ആഘോഷിച്ച നോവൽ ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. നിങ്ങൾ എഴുതിയൊന്നും ഞാൻ അറിയില്ല. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ 1974-ലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന ഏപ്രിൽ മാസത്തിലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന നോവൽ പ്രസിദ്ധീകരിക്കുന്നത്. ചോദ്യം ഇതാണ്, 2024-ൽ 50ാം വാർഷികം ആഘോഷിക്കുന്ന മലയാളത്തിലെ നോവൽ ഏത് എന്ന് ധർമ്മപുരാണവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ധർമ്മപുരാണം 69-ലാണ് പ്രസിദ്ധീകരിക്കുന്നത്, ഇത് 74-ലാണ്. അപ്പൊ കൃത്യമായിട്ട് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലാണ് ആ ചോദ്യം ഉത്തരം വരുന്നത്. അപ്പൊ നോവൽ സാഹിത്യവുമായി ബന്ധപ്പെട്ട് മലയാളത്തിലെ ആദ്യ നോവൽ മുതൽ
വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഘാതകപദം പോലുള്ള വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള നോവൽ മുതൽ മലയാളത്തിലെ ആദ്യത്തെ നോവലായിരിക്കുന്ന ഈ കുന്തലത മുതൽ ലക്ഷണമൊത്ത നോവലായിരിക്കുന്ന ഇന്ദുലേഖ മുതൽ ഇങ്ങോട്ട് ചരിത്ര നോവലായിരിക്കുന്ന ധർമ്മരാജയും മാർത്താണ്ഡവർമ്മയും ഒക്കെ വരുന്ന മലയാളത്തിലെ നോവലിന്റെ ഒരു 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 വലിയ ലിസ്റ്റ് തന്നെ നമ്മുടെ കയ്യിൽ വേണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ വരുന്ന വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ളതുമായ നോവൽ വരെ ഉത്തരാധുനിക നോവലിന്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ഇല്ലേ ധർമ്മജന്റെ നോവൽ, അതൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് അല്ലേ. റാം കെയർ ഓഫ് ആനന്ദി മുതൽ അത്തരത്തിലുള്ള ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള ഒരു നോവൽ കാരണം ഈ +2 കഴിഞ്ഞ് DLD കഴിഞ്ഞ് പരീക്ഷയ്ക്ക് പോകുന്ന നിങ്ങൾ അത്തരത്തിലുള്ള പുതിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ജോലിയാണ്. അങ്ങനെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം 40 ലക്ഷം രൂപ കൊടുത്താലാണ് ഇപ്പോൾ ഒരു എയ്ഡഡ് സ്കൂളിൽ ഒരു പോസ്റ്റ് കിട്ടാവുന്നത്. 40 ലക്ഷം ഒന്നല്ല, ഇപ്പൊ 45, 50 ഒക്കെ ആയിട്ടുണ്ട് എന്നാ പറയുന്നത്. അപ്പോൾ നമുക്ക് മുൻകൂട്ടി പഠിച്ചാലെന്ത്, അല്പം ബുദ്ധിമുട്ടി പഠിച്ചാലെന്ത്, നോ ഗെയിൻ വിത്തൗട്ട് പെയിൻ എന്നല്ലേ പറയുക. കൈ അനങ്ങിയാലേ വായ അനങ്ങൂ മക്കളെ. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് മറ്റെല്ലാം മാറ്റിവെച്ച് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഒരു ടൈം ടേബിൾ ഇത്ര മണിക്കൂർ ഞാൻ പഠിക്കും എന്നുള്ളൊരു ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്തേ പറ്റൂ. ഇനി കഥാസാഹിത്യത്തിലും നോവൽ സാഹിത്യത്തിലും ഞാൻ പറഞ്ഞു ഇതിലൊക്കെ ചോദിക്കും. ആദ്യ കഥ പിന്നെ ഒരിക്കൽ ചോദിച്ചതാണ് വെള്ളായപ്പൻ കഥാപാത്രങ്ങൾ. അപ്പൊ നോവല്, കഥ, കവിത അല്ലെ, ഇതൊക്കെ കൃത്യമായി പഠിക്കുക. മലയാളത്തിലെ ഓഡിയോ നോവൽ, സൈബർ നോവൽ, വലിയ നോവൽ അങ്ങനെയൊക്കെ ചോദിക്കും അല്ലെ. രാഷ്ട്രീയ നോവൽ, ആ രീതിയിലുള്ള എല്ലാ കാറ്റഗറിയിലും നമ്മൾ പഠിക്കണം. പിന്നീട് വരുന്നത് ആത്മകഥയാണ്. മലയാളത്തിലെ പ്രധാനപ്പെട്ട ആത്മകഥകൾ ചോദിച്ചിട്ടുണ്ട്. വാഴ്ത്തപ്പെട്ട പൂച്ച ചോദിച്ചിട്ടുണ്ട്. ഏത് കഥാസാഹിത്യത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഗ്രേസിയുടെ കഥയൊക്കെ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ കേട്ടിട്ടേ ഇല്ലായിരുന്നു അന്ന് ചില കുട്ടികൾ അല്ലെ. നമ്മുടെ നോട്ടിൽ അത് ഉണ്ടായിരുന്നു, കൃത്യമായിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇനി ആത്മകഥ, ജീവചരിത്രം, പ്രധാനപ്പെട്ട ജീവചരിത്ര കൃതികൾ, വൈജ്ഞാനിക മേഖലയുമായി ബന്ധപ്പെട്ട മലയാളത്തിലെ പ്രധാനപ്പെട്ട വൈജ്ഞാനിക കൃതികൾ, വൈജ്ഞാനിക സാഹിത്യത്തിന് അവാർഡ് കിട്ടിയിട്ടുള്ള കൃതികൾ, കേരള സാഹിത്യ അക്കാദമിയുടെ വൈജ്ഞാനിക സാഹിത്യത്തിന് കേരളം മണ്ണും മനുഷ്യനും എന്ന് പറയുന്ന തോമസ് ഐസക്കിന്റെ കൃതിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട കൃതികൾ, വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട കൃതികൾ, തച്ചുശാസ്ത്രവുമായി ബന്ധപ്പെട്ട മനുഷ്യാലയ ചന്ദ്രിക പോലുള്ള കൃതികൾ, ഇങ്ങനെ സാഹിത്യത്തിന്റെ അല്ലെങ്കിൽ വൈജ്ഞാനിക മേഖലയുടെ വിവിധ വിഭാഗങ്ങളിൽ വരുന്ന കൃതികൾ, ഇതൊക്കെ തന്നെയാണ് വൈജ്ഞാനിക സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃതികൾ നമ്മൾ പഠിക്കേണ്ടത്. പിന്നീട് ബാലസാഹിത്യ കൃതികൾ, അതിലാണ് വാഴ്ത്തപ്പെട്ട പൂച്ച ചോദിച്ചത്. ബാലസാഹിത്യവുമായി ബന്ധപ്പെട്ട കൃതിയാണ് കേട്ടോ. ചോദിക്കും. ഈ സാഹിത്യപരം എന്നുള്ള കൃതിയിൽ ഇത്രയേ തന്നിട്ടുള്ളൂ എങ്കിൽ പോലും നമ്മൾ ചില കൃതികൾ കൂടി, ചില മേഖലകൾ കൂടി നമ്മൾ അവിടെ നോക്കി പോവേണ്ടതായിട്ടുണ്ട്. GK-യുമായി ബന്ധപ്പെട്ട ചില കൃതികൾ ആ ഭാഗത്ത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കും. അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് ഭാഷാപരമാണ്. മലയാള ഭാഷയുടെ ചരിത്രമാണ് അല്ലെ. എങ്ങനെയാണ് മലയാള ഭാഷ രൂപപ്പെട്ടു വന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഭാഷോൽപത്തി സിദ്ധാന്തങ്ങളാണ് പ്രധാനമായും. ഇളംകുളത്തിന്റെ ഒരു അഭിപ്രായമാണ് കഴിഞ്ഞ LP-UPക്ക് ചോദിച്ചത്, കഴിഞ്ഞ UPക്ക് ചോദിച്ചിട്ടുള്ളത്. ഇളംകുളത്തിന്റെ ഒരു അഭിപ്രായമാണ് ഈ ഭാഗത്തുനിന്ന് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് അല്ലെ. മലനാട്ട് തമിഴ് മലയാളമായി മാറിയതിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സംസ്കൃതജന്യവാദം, പിന്നെ അതേപോലെ തന്നെ ഉപശാഖാവാദം, പൂർവ തമിഴ് വാദം, പിന്നെ അതേപോലെ തന്നെ സംക്രമണവാദം, ഇങ്ങനെ ഭാഷോൽപത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വാദഗതികളും അതിന്റെ വക്താക്കളും. രണ്ടാമത് ഭാഷാഭേദം അല്ലെ. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ചില വാക്കുകളിലൊക്കെ ചെറിയ വ്യത്യാസം നിങ്ങൾക്കുണ്ട്. തിരുവനന്തപുരത്തുകാർ സംസാരിക്കുന്നത് പോലെയല്ല കോഴിക്കോട്ടുകാർ സംസാരിക്കുന്നത്, കോഴിക്കോട്ടുകാരൻ സംസാരിക്കുന്നത് പോലെയല്ല തൃശ്ശൂർക്കാരൻ സംസാരിക്കുന്നത്. ഭാഷാഭേദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പ്രത്യേകതകൾ, പ്രധാനപ്പെട്ട പദങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ പ്രദേശത്തും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങൾ എല്ലാം ഭാഷാഭേദ ഭൂപടം, അതിൻ്റെ സവിശേഷതകൾ ഒക്കെ നമുക്കതിൽ പഠിക്കണം. ലളിതമായി പറഞ്ഞു പോകണം. പിന്നീട് വരുന്നത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട വ്യാകരണമാണ്. വ്യാകരണം ഇല്ലാതെ ഒരു പരീക്ഷ ഇല്ലല്ലോ PSCക്ക് അല്ലെ. മലയാളം വരുന്നുണ്ടെങ്കിൽ വ്യാകരണത്തിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാകും അല്ലെ. അതിൽ പദശുദ്ധിയാണ്, സന്ധി കാര്യങ്ങൾ ഉൾപ്പെടെ ലോപസന്ധി, ആഗമസന്ധി, ആദേശസന്ധി, ദിത്വസന്ധി
അല്ലെ? അപ്പൊ സന്ധിയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ അല്ലെ, സ്വരസന്ധി, വ്യഞ്ജനസന്ധി, സ്വരവ്യഞ്ജനസന്ധി, വ്യഞ്ജന സ്വരസന്ധി അല്ലെ, പദമധ്യസന്ധി, പദാന്തസന്ധി, ഉഭയസന്ധി, ഇങ്ങനെ എല്ലാ കാറ്റഗറിയിലും പോകണം. നമ്മൾ കേവലം ലോപസന്ധിയിൽ 4 വാക്ക് പഠിച്ചു പോയിട്ടൊന്നും രക്ഷപ്പെടില്ല. ചിലപ്പോൾ അതിൽ നിന്ന് പുറത്തായിരിക്കും ചോദ്യങ്ങൾ വരുന്നത് അല്ലെ. അപ്പം നമ്മൾ സന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ നമ്മൾ പഠിച്ചു പോവേണ്ടതായിട്ടുണ്ട്. ഓരോ സന്ധി, ലോപസന്ധിക്ക് 10 20 ഉദാഹരണങ്ങൾ ചെയ്ത് പഠിക്കണം നമ്മൾ അല്ലെ. ആഗമസന്ധിയിൽ ആദേശന്ധി എപ്പോഴും ചോദിക്കാറ്, കന്മതം ഒക്കെ ചോദിക്കാറുണ്ട്, നെന്മണി ഇതൊക്കെയാ ചോദിക്കുന്നത് അല്ലെ. വിദ്യുത് ശക്തി, ശരചന്ദ്രൻ തുടങ്ങിയ വാക്കുകൾ ആവർത്തിച്ച് വരുന്ന വാക്കുകളാണ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ സംസ്കൃത സന്ധിയും പഠിക്കണം. ഇപ്പൊ മലയാളം പഠിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ സംസ്കൃത സന്ധിയിലെ മാറ്റങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പദങ്ങൾ സമാസിക്കലും വിഗ്രഹിക്കലും, അതിൽ നിന്നാണല്ലോ കഞ്ചനേർമിഴി എന്ന പദം ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് വിഗ്രഹിക്കുന്നത്? ബഹുബ്രീഹി. അപ്പോൾ എന്താണ്? സമാസം, അവീഭവ സമാസം, തൽപുരുഷ സമാസം, ദ്വന്ദ്വ സമാസം, ബഹുവ്രീഹി സമാസം. ബഹുവ്രീഹി സമാസത്തിന്റെ ഒരു വിഭാഗമാണ് കഴിഞ്ഞ LP ചോദിച്ചത്. ഉപമാഗർഭം എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതും പഠിക്കണം. വാക്യരൂപങ്ങൾ എന്നുള്ളതിൽ പ്രകാരം അല്ലെ, ഒരു പദം അതിന്റെ അർത്ഥത്തെ വെളിപ്പെടുത്തുന്ന രീതിയാണ് പ്രകാരം എന്ന് പറയുന്നത്. അനുപ്രയോഗം ഒരു സഹായക ക്രിയയാണ്. അനുപ്രയോഗവും അനുപ്രയോഗത്തിന്റെ വിഭാഗങ്ങളും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അതേപോലെ തന്നെ വാക്യഘടന വാക്യശുദ്ധി അല്ലെ, കർത്താവ് കർമ്മം ക്രിയ എന്നുള്ള മലയാളത്തിലെ വാക്യക്രമം അല്ലെ. അതേപോലെ തന്നെ വാക്യശുദ്ധി, ഏതെങ്കിലും 4 സെന്റൻസുകൾ തരും, അതിൽ ശരിയായ ശുദ്ധിയുള്ള കൃത്യമായുള്ള ശരിയായ വാക്ക് ഏത് എന്ന് ചോദിക്കും അല്ലെ. ചോദിച്ചിട്ടുണ്ടല്ലോ LP UPക്ക്. എന്താ ചോദിച്ചത്? ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ മാത്യുവിന് വെച്ചുകൊടുത്തു. 2023 ചോദിച്ചതാണ്. ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ മാത്യുവിന് വെച്ചുകൊടുത്തു. ഭാര്യയുടെ സമ്മതത്തോടെ ഏതെങ്കിലും വാസുദേവൻ മരിക്കൂ? അത് തെറ്റാണ് അല്ലെ. മരണമടഞ്ഞ വാസുദേവന്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വെച്ചുകൊടുത്തു എന്നാണ് വേണ്ടത് അല്ലെ. അപ്പൊ അതുപോലുള്ള ചോദ്യങ്ങൾ, വാക്യശുദ്ധി എന്നുള്ള ചോദ്യങ്ങൾ, അങ്ങനത്തെ ഒരു 100 എക്സാമ്പിൾ നമുക്ക് ചെയ്യണം. ഓക്കെ. ലിംഗം വചനം എന്ന് പറഞ്ഞ ഇത് അധികം പരത്തി പറയേണ്ട, മലയാള വ്യാകരണം മുഴുവൻ നിങ്ങളെ പഠിപ്പിക്കും. ഇത് കുറച്ച് മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. ഇത് മാത്രം പോരാ. കൃത്യമായും ഭേദകം, വിശേഷണം അതൊക്കെ നിങ്ങൾ പഠിക്കണം അല്ലെ. നാമവിശേഷണം, ക്രിയാവിശേഷണം, വിശേഷണം, അതേപോലെ ഭേദകത്തിന്റെ വിഭാഗങ്ങളായിരിക്കുന്ന ശുദ്ധഭേദകം, സാംഖ്യഭേദകം, സാർവനാമിക ഭേദകം, പാരിമാണികം, വിഭാഗവും, നാമാങ്കജം, ക്രിയാങ്കജം ഒക്കെ ചോദിക്കും. അതൊക്കെ നമ്മൾ പഠിക്കണം. ഇതൊരു കൃത്യമായ ലിസ്റ്റ്. ഇതൊരു ചാരി നിൽക്കാനുള്ള ഒരു ഇടം മാത്രമാണ്. മലയാള വ്യാകരണം തന്നെയാണ്. കണ്ടോ, പ്രായോഗിക വ്യാകരണം. അതിൽ വ്യാകരണത്തിൽ വരുന്ന മുഴുവൻ നിങ്ങൾക്ക് എടുത്തു തരും. ഓക്കെ. പിന്നെ ലിംഗം, പുല്ലിംഗം, വചനം, നപുംസകലിംഗം. കഴിഞ്ഞ LPP ചോദിച്ചു. താഴെ കൊടുത്തതിൽ നപുംസകലിംഗത്തിന് ഉദാഹരണം ഏത്? മേശയായിരുന്നു ഉത്തരം. നപുംസകലിംഗമാണ് അല്ലെ. പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം, സാമാന്യലിംഗം, ഉഭയലിംഗം, അലിംഗം ഒക്കെ പഠിക്കണം ലിംഗത്തിൽ അല്ലെ. പുല്ലിംഗ പ്രത്യയം, സ്ത്രീലിംഗ പ്രത്യയം, നപുംസകലിംഗത്തിന്റെ പ്രത്യയം ഇതൊക്കെ പഠിപ്പിക്കും. വചനം എന്ന് പറഞ്ഞാൽ ഏകവചനം, ബഹുവചനം അല്ലെ. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. പൂജക ബഹുവചനത്തിന് എപ്പോഴും ചോദിക്കാറുണ്ട്. വൈദ്യർ, തിരുവടികൾ, സ്വാമികൾ അല്ലെ. ഓക്കെ. കാലം, ഏതാണ് കാലം? നമ്മുടെ കാലം നന്നാവാൻ എല്ലാ കാലത്തെക്കുറിച്ചുള്ള നിയമങ്ങളും നമ്മൾ പഠിക്കണം അല്ലെ. നമ്മുടെ കഷ്ടകാലമൊക്കെ മാറി നമുക്ക് നല്ല കാലം വരും, ഒരു ടീച്ചറായിട്ട്, ഒരു മാഷായിട്ട്. അപ്പൊ എന്താണ്? വർത്തമാനകാലം, ഭൂതകാലം, ഭാവികാലം ഇതൊക്കെ നമ്മൾ അവിടെ പഠിക്കണം. ഒന്നുമില്ല, ചുരുക്കി പറഞ്ഞാൽ മലയാള ഭാഷയിലെ മുഴുവൻ വ്യാകരണങ്ങളും പ്രതിപാദിക്കണം. ഓക്കെ. അടുത്തത് അർത്ഥബോധം. പദങ്ങൾ, ശൈലികൾ, പ്രയോഗങ്ങൾ, വാക്യസന്ദർഭങ്ങൾ, കാവ്യസന്ദർഭങ്ങൾ അല്ലെ. പദങ്ങളുടെ അർത്ഥം ചോദിക്കാം, ശൈലികൾ ചോദിക്കാം. ഇപ്പോ ശൈലി പ്രയോഗിക്കാറുണ്ട് നമ്മൾ വാക്യങ്ങളിൽ. ആ ശൈലിയുടെ അർത്ഥം ചോദിക്കാറുണ്ട്. അപ്പൊ ശൈലികൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം അല്ലെ. അട്ടിപ്പേറ് എന്ന ശൈലിയുടെ അർത്ഥം എന്ത് അല്ലെ. ചുവപ്പ് നാട എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? അങ്ങനെ ചോദിക്കാം. പിന്നെ വാക്യങ്ങളിൽ ശൈലി പ്രയോഗിച്ചിട്ട് അതിന്റെ അർത്ഥവും ചോദിക്കാം. ഏതെങ്കിലും സെന്റൻസുകളിൽ തരാം. പ്രയോഗ ഭംഗി, അങ്ങനെ പ്രയോഗിച്ചതിലുള്ള ഭംഗി എന്താണെന്ന് ചോദിക്കാം. വാക്യ സന്ദർഭങ്ങൾ ചോദിക്കാം. ചില വാക്യങ്ങൾക്ക് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത അർത്ഥം വന്നേക്കാം അല്ലെ. ഉദാഹരണത്തിന്, അതിൽ 12 ഇടം കഴിയും വഴിയാത്രക്കാരാണ് തട്ടുന്നത്, ഞാൻ നിന്നെ തട്ടിക്കളയും.
രണ്ടിടത്തിലും തട്ടുന്നത് ഉണ്ട്. അവിടെ ഒന്നാമത്തെ തട്ടുന്നത് എന്നുള്ളത് വഴിയാത്രക്കാരാണ് തട്ടുന്നത് എന്നുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ നിന്നെ തട്ടിക്കളയും എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നിന്നെ കൊന്നുകളയും എന്നാണ്. ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥതലത്തിൽ പറയുന്നത്. പിന്നെ അന്ന് കിട്ടിയ മുക്കാൽ ചക്രവും കയ്യിലിട്ട് കോരൻ ഊന്നി നടന്നു. ജനാധിപത്യത്തിന്റെ ഭാവി എന്ന വിഷയത്തെക്കുറിച്ച് അയാൾ ഊന്നി പറഞ്ഞു. രണ്ട് തലത്തിലും വ്യത്യസ്ത അർത്ഥമാണ് ഊന്നി പറയുക, ഊന്നി നടക്കുക എന്നുള്ളത്. ഊന്നി നടക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് നടക്കുക എന്നുള്ളതാണ്. ഊന്നി പറയുക എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു പറയുക എന്നുള്ളതാണ്. അല്ലേ? നമുക്ക് അത്രയൊന്നും പരിചയമില്ലാത്തൊരു മേഖലയാണിത്. അപ്പൊ അതിൽ വാക്യ സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ വരും. അല്ലേ? ആ കാട്ടിലൂടെ പോകുന്നത് ഒരു കുറുക്കനാണ് എന്ന് പറയുമ്പോൾ കുറുക്കൻ എന്ന പദം മൃഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. അയാൾ ഒരു കുറുക്കനാണ് എന്ന് പറയുമ്പോൾ കൗശലക്കാരൻ എന്ന അർത്ഥത്തിലാണ്. ഇങ്ങനെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ, വ്യത്യസ്ത വാക്യ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത അർത്ഥതലം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു 10-25 ഉദാഹരണങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാവ്യ സന്ദർഭങ്ങൾ, അല്ലെ? അഴലിൻ ചുമടുമായി ഇരിക്കുന്നൊരമ്മയെ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. ഈ സന്ദർഭം എന്താണ്? അവിടെ ദുഃഖത്തോടെ ഇരിക്കുന്ന അമ്മയെയാണ് സൂചിപ്പിക്കുന്നത്. തെരുവ് പട്ടിക്ക് എന്തൊരൂറ്റം എന്ന് വരികളിൽ വരുമ്പോൾ എന്താണ്? തെരുവ് പട്ടിക്ക് എന്തൊരൂറ്റം എന്ന് പറയുമ്പോൾ അമ്മയുടെ സ്നേഹത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ആ മാതൃസ്നേഹത്തെ ധ്വനിപ്പിക്കുന്ന വരികളാണത്. ഇങ്ങനെ വ്യത്യസ്തമായ, അല്ലേ? ഇതിന്റെ മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, പിന്നെ കഥയിൽ നിന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അല്ലേ? വെള്ളായിയപ്പന് അപ്പോൾ കഴുത്ത് വലിഞ്ഞു മുറുകുന്നത് പോലെ തോന്നി, അല്ലേ? വലിഞ്ഞു മുറുകുക എന്നുള്ളത് എന്താണ് അർത്ഥതലം, എന്താണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ അയാളുടെ ഒരു പരിഭ്രമത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ആ വന്ന സമയത്തുണ്ടായിരിക്കുന്ന മാനസികാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്, അല്ലേ? ഇങ്ങനെ വാക്യസന്ദർഭങ്ങൾ, പദസന്ദർഭങ്ങൾ, ശൈലികൾ ഒക്കെ ചോദിക്കും. അങ്ങനെ ഓരോന്നിനും നമുക്ക് 10, 25, 30 ഉദാഹരണങ്ങൾ പഠിച്ചു പോകണം. ഇനി വരുന്നത് കാവ്യബോധം. കവിത, ഗദ്യം, പഴഞ്ചൊൽ തുടങ്ങിയവയിലെ അലങ്കാരം, അല്ലേ? പ്രിയപ്പെട്ടവരെ, 2024 യമകം എന്ന് പറയുന്ന അലങ്കാരത്തെ കുറിച്ചാണ് ചോദിച്ചത്, അല്ലെ? പെൺമണി വദനം എന്നുള്ളൊരു വരി തന്നിട്ട് ഇവിടെ എന്താണ് അലങ്കാരം? അവിടെ അലങ്കാരം യമകമാണ്. അക്ഷരക്കൂട്ടങ്ങളൊന്നായിട്ട് അർത്ഥം ഭേദിച്ചിടുമ്പടി ആവർത്തിച്ച് കതിച്ചിടൽ യമകം ബലമാതിരി എന്ന് യമകാലങ്കാരമാണ് അവിടെ ചോദിച്ചത്, അല്ലെ? ദ്വിതീയ അക്ഷരപ്രാസം ചോദിക്കാം, ആദ്യപ്രാസം ചോദിക്കാം, അന്ത്യപ്രാസം ചോദിക്കാം, ലാടാനുപ്രാസം ചോദിക്കാം. ഇങ്ങനെ പ്രാസവുമായി ബന്ധപ്പെട്ട്, അല്ലെ, കവിത, ഗദ്യം, പഴഞ്ചൊൽ തുടങ്ങിയവയിലെ അലങ്കാരം, ധ്വനി എന്നിവ കണ്ടെത്താൻ ചോദിക്കാം. അവതാരണം, ഗദ്യം, പദ്യം എന്താണ്? കേട്ടറ്റിന് നമ്മൾ പച്ചവെള്ളം പോലെ പഠിച്ചു പോവാറുണ്ട്. അവതാരണം, ഗദ്യം ഒരു പാസേജ് തരും. നമുക്ക് അതിനൊന്നും സാധ്യതയില്ല. കാരണം ആകെ 10 ചോദ്യമാണ്. എങ്കിൽ പോലും ഒരു ചോദ്യമോ 2 ചോദ്യമോ ചിലപ്പോൾ ചോദിച്ചേക്കാം, കണ്ടിട്ടില്ല. എന്നാലും നമ്മൾ പഠിക്കണം. അവതാരണം, ഗദ്യം എന്ന് പറഞ്ഞാൽ ഒരു പാസേജ് തരും, 1-2 ചോദ്യം തരും. അല്ലെങ്കിൽ കേട്ടറ്റിന് 5 ചോദ്യമായിരുന്നു, ഇവിടെ 1-2 ചോദ്യം തരാൻ സാധ്യതയുണ്ട്. കാരണം ചോദിക്കാം. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന അധ്യാപകരുടെ കയ്യിലേക്ക് PSC കൊടുക്കുന്നത് ഈ പേപ്പറാണ്, ഈ സിലബസ് ആണ്. സാറിന് ഇടാതിരിക്കാം, അല്ലെ? അവതാരണം, പദ്യം എന്ന് പറഞ്ഞാൽ പദ്യം തരാം, അതിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. ഇതാണ് ഈ ഭാഗത്തു നിന്ന് വരുന്നത് എന്ന് പറഞ്ഞാൽ ഭാഷാപരം എന്നുള്ളതിൽ മലയാളത്തിലെ വ്യാകരണം ഏതാണ്ടും അതേപോലെ തന്നെ ശൈലികളും പ്രയോഗങ്ങളും ഈ വാക്യസന്ദർഭം, കാവ്യസന്ദർഭം നമുക്കത്ര പരിചയമില്ല. അത് നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. പച്ചവെള്ളം പോലെ പഠിച്ചു പോവേണ്ടതുണ്ട്. ഇതെല്ലാമാണ് ഈ ഭാഗത്തുള്ളത്. ഇനി 3ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ബോധനശാസ്ത്രമാണ്. ബോധനശാസ്ത്രപരം ചിലപ്പോൾ 3 ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്നുണ്ടാവാം. 3 ചോദ്യങ്ങൾ, ചിലപ്പോഴും 4 ചോദ്യങ്ങൾ വരെ പോയേക്കാം. അതാ ഒരു 5-8 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ചെയ്യും നമ്മൾ. അപ്പൊ നിങ്ങൾക്കും മനസ്സിലാകും എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്തു നിന്ന് വരുന്നത് എന്നുള്ളത്, അല്ലെ? മാഷ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, ഉദ്ഗ്രഥിത സമീപനം. എന്താണ് ഉദ്ഗ്രഥിത സമീപനം? ഞാൻ വിശദീകരിക്കുന്നൊന്നുമില്ല, അതിന് സമയമില്ല. എന്താണ് ഉദ്ഗ്രഥിത സമീപനം എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ മെത്തേഡ് എന്നാണ്. ഇപ്പൊ കേരളത്തിലെ 1-2 ക്ലാസ് മുറികളിൽ ഇപ്പോൾ ഉള്ള സമീപനം ഉദ്ഗ്രഥിത സമീപനമാണ്. എന്ന് പറഞ്ഞാൽ ഒരു മാവിന്റെ ചിത്രം വരയ്ക്കാൻ പറയും ടീച്ചർ. നിങ്ങൾ സ്കൂളിൽ എത്തിയാലും നിങ്ങളും അങ്ങനെ പഠിപ്പിക്കണം. ഒരു മാവിന്റെ ചിത്രം വരും. മാവാകുമ്പോൾ എന്തുണ്ടാവും? ഇലയുണ്ടാവും, കായ്കൾ ഉണ്ടാകും, അല്ലെ? മാങ്ങ ഉണ്ടാകും.
മാങ്ങയുടെ ചിത്രമൊക്കെ അതിലുണ്ടാവും, അത് നിങ്ങൾ വരയ്ക്കുന്ന ചിത്രത്തിലുണ്ടാവും. കുട്ടികളെ നമുക്ക് എത്ര മാങ്ങകളുണ്ട് എന്ന് എണ്ണാം. അപ്പൊ കുട്ടികളെ എണ്ണം പഠിപ്പിക്കുന്നു അല്ലെ. അപ്പൊ പിന്നെ എത്ര കൂട്ടം മാങ്ങകളുണ്ട് കുട്ടികളെ, അപ്പൊ കുട്ടികൾ കൂട്ടം പഠിക്കുന്നു. അപ്പൊ എണ്ണം പഠിപ്പിക്കാൻ ഈ മാവ് ഉപകരിക്കും. അടുത്ത ക്ലാസ്സിൽ ഈ ടീച്ചർ തന്നെ എന്ത് പറയും, കുട്ടികളെ നമുക്ക് മാവിന്റെ ചിത്രം വരച്ച് പഠിക്കാം, കളർ കൊടുക്കാം. അപ്പൊ കുട്ടികൾക്ക് ചിത്രകലാ പഠനമാവുന്നു. മാവിനെ കുറിച്ച് നമുക്ക് ഒരു ചെറിയ കുറിപ്പ് എഴുതാം, മലയാള പഠനമാവുന്നു അല്ലെ. ഇങ്ങനെ ഒരു ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ട് വിവിധ വിഷയങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന രീതിയെയാണ് നമ്മൾ ഇന്റഗ്രേഷൻ അപ്രോച്ച് അഥവാ ഉദ്ഗ്രഥിത രീതി എന്ന് പറയുന്നത്. 1-2 ക്ലാസ്സുകളിൽ ഇതാണ് നടന്നു വരുന്നത്. കുട്ടികൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയാണ് കുട്ടികൾ ഉത്തരമെല്ലാം എഴുതുന്നത്. നിങ്ങൾക്കറിയാമല്ലോ ആ രീതി, നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വീട്ടിൽ 1-2 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ചോദ്യ പേപ്പറെല്ലാം ഉദ്ഗ്രഥന സമീപനങ്ങൾ, വിവിധ തരം ഉദ്ഗ്രഥന രീതികളുണ്ട്. അതെല്ലാം നമ്മൾ നിങ്ങളെ വിശദമായി പഠിപ്പിക്കും. ഓക്കെ. രണ്ടാമത് വരുന്ന ഭാഷാ പഠന സിദ്ധാന്തങ്ങളാണ്. എന്താണ് ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ? ബിഹേവിയറിസം, രചനാന്തരണ, പ്രജനക വ്യാകരണം, സ്ട്രക്ചറലിസം തുടങ്ങിയിരിക്കുന്ന ഒരുപാട് ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിദ്ധാന്തങ്ങളുണ്ട്. അതിൻ്റെ വക്താക്കളുണ്ട്. എന്തെല്ലാമാണ് വക്താക്കൾ? ഇപ്പം രചനാന്തരണ, പ്രജനക വ്യാകരണം, സർവഭാഷാ വ്യാകരണം, പരിമിത പദ്ധതി, ഇതെല്ലാം നോം ചോംസ്കിയുടെ സിദ്ധാന്തങ്ങളാണ്. ഇതിൽ സർവഭാഷാ വ്യാകരണം എപ്പോഴും ചോദിക്കാറുള്ളതാണ് അല്ലെ. രചനാന്തരണ, പ്രജനക വ്യാകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫോർമേറ്റീവ് ജനറേറ്റീവ് ഗ്രാമർ തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? അതെങ്ങനെയാണ് ക്ലാസ് മുറികളിൽ അപ്ലൈ ചെയ്യുന്നത്? അപ്പൊ അതിന്റെ ഉദാഹരണങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് പഠിക്കണം. എന്താണ് സർവഭാഷാ വ്യാകരണം? യൂണിവേഴ്സൽ ഗ്രാമർ എന്താണ്? വൈഗോട്സ്കിയുടെ സിദ്ധാന്തങ്ങൾ എന്താണ്? സഹവർത്തിത പഠനവും സഹകരണാത്മക പഠനവും സംഘപഠനവും ആരുടേതാണ്? അതേപോലെ തന്നെ തോട്ട് ആൻഡ് ലാംഗ്വേജ് എന്ന കൃതി എഴുതിയത് ആരാണ്? സിന്റാറ്റിക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന കൃതി എഴുതിയത് ആരാണ്? അതേപോലെ തന്നെ പിന്നെ ഈ എന്താണ് കൈത്താങ്, സ്കഫോൾഡിങ് എന്ന ആശയം ആരുടേതാണ്? ഇങ്ങനെ എത്ര ചോദ്യങ്ങൾ അവിടുന്ന് വരാം. അപ്പോൾ പിയാഷയുടെ സിദ്ധാന്തങ്ങൾ, ബ്രൂണറുടെ സിദ്ധാന്തങ്ങൾ, വൈഗോട്സ്കിയുടെ സിദ്ധാന്തങ്ങൾ, പിന്നെ ബന്ദൂരിയുടെ സിദ്ധാന്തങ്ങൾ, ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് ഇവരുടെ എല്ലാം സിദ്ധാന്തങ്ങൾ, ചിന്തയുടെ പരിവർത്തനങ്ങൾ, ചിന്തയാണ് ആദ്യം ഉണ്ടായത്, ഭാഷണമാണ് ആദ്യം ഉണ്ടായത്, ശിശുഭാഷണങ്ങൾ എന്തെല്ലാമാണ്, ഐ ലാംഗ്വേജ് എന്താണ്, ഈ ലാംഗ്വേജ് എന്താണ്, കോമ്പിറ്റൻസ് എന്താണ്, പെർഫോമൻസ് എന്താണ്, ഇതൊക്കെ നമുക്ക് പഠിക്കണം. അതിൽ ഒരു അലംഭാവവും ഉണ്ടാവില്ല, നിങ്ങളെ പഠിപ്പിച്ചെടുക്കും. ഓക്കെ. ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ. പിന്നീട് വരുന്നത് ആസൂത്രണമാണ്. നിങ്ങൾ സ്കൂളിൽ ചെന്നാൽ ആസൂത്രണത്തിന് നിങ്ങളോട് പറയും, ആസൂത്രണം ചെയ്യാൻ പറയും. വാർഷികാസൂത്രണം, SRG കൺവീനറുടെ നേതൃത്വത്തിൽ വാർഷികാസൂത്രണ യോഗം വിളിക്കും ഈ മാസം. നിങ്ങൾ കൂലങ്കഷമായി ചിന്തിച്ച് നിങ്ങളുടെ യൂണിറ്റ് മുഴുവൻ വെച്ചുകൊണ്ട് വാർഷികാസൂത്രണം ചെയ്യും. ജൂൺ മാസം ഇന്ന പാഠം, ജൂലൈ മാസം ഇന്ന പാഠം, ആഗസ്റ്റ് മാസം ഇന്ന പാഠം, പരീക്ഷയ്ക്ക് ഇന്ന പാഠം തീർക്കണം, എത്ര യൂണിറ്റ് ഒക്കെ കൃത്യമായി വാർഷികാസൂത്രണ രേഖ ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ ഉണ്ടാകും. ഒരു കോപ്പി AEOനും കൊടുക്കണം. യൂണിറ്റ് ആസൂത്രണം അല്ലേ. നിങ്ങൾക്കറിയാം യൂണിറ്റിന്റെ പൊതുവായ ലക്ഷ്യം എന്ത്, ഓരോ യൂണിറ്റിനെയും കൊടുത്തിരിക്കുന്ന പേരെന്താണ്, അങ്ങനെ അകൃത്യമായ യൂണിറ്റ് ആസൂത്രണം വേണം. ദൈനംദിനാസൂത്രണം, ഡെയിലി പ്ലാൻ വേണം അല്ലേ. വിലയിരുത്തൽ, ഇതെല്ലാം കൃത്യമായി അതിൻ്റെ സവിശേഷതകൾ അടക്കം നിങ്ങളെ പഠിപ്പിച്ചെടുക്കും അല്ലേ. അങ്ങനെ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ 2024 കുട്ടികളെ അയച്ചത് അല്ലേ. 10-60 ബാച്ചിൽ കുട്ടികളെ നമ്മൾ ആ രീതിയിൽ പരിശീലിപ്പിച്ചിട്ടാണ് നമ്മൾ അയച്ചത് പരീക്ഷയ്ക്ക് കേട്ടോ. ഓക്കെ. ഇനി ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻ പേപ്പർ വേഗത്തിൽ മാഷങ്ങ് പറഞ്ഞു പോകും. നിങ്ങൾക്ക് ഒരു മാതൃക കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വലിയ ലെങ്ത് ആവാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാം. ഓക്കെ. 24 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന്റെ ചോദ്യം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒന്ന് സ്പീഡിൽ പോകാം. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏത് എന്നാണ് 24 ചോദിച്ചത്. കോഴിക്കോട്, കൊൽക്കത്ത, ചെന്നൈ, ഡൽഹി. നിങ്ങൾക്കറിയാം 2023 കോഴിക്കോടിനെയാണ് ഇന്ത്യയിലെ യുനെസ്കോ സാഹിത്യ പദവി നൽകിയ ആദ്യത്തെ നഗരം. അപ്പം നിങ്ങൾക്കറിയാം ഇത് നമ്മുടെ ജനറൽ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ചോദ്യമാണ്. അപ്പം അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയാനാണ് ഈ ചോദ്യം ഞാൻ ചെയ്യുന്നത്. അടുത്തത്,
ഇതെവിടെ നിന്നാണ്? ഭാഷാ ചരിത്രത്തിൽ നിന്നാണ്. അതായത് ഭാഷാപരം എന്ന് പറയുന്നത് രണ്ടാമത്തെ മൊഡ്യൂളിൽ രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഭാഷാ ചരിത്രമാണ്. ആ ഭാഷാ ചരിത്രത്തിൽ നിന്ന് വന്ന ചോദ്യമാണിത്. മലനാട്ട് തമിഴിൽ സംസ്കൃതം ചെലുത്തിയ സ്വാധീനമാണ് ഇന്നത്തെ മലയാള ഭാഷയുടെ ഉൽപ്പത്തി കാരണമെന്ന് ആദ്യമായി അവതരിപ്പിച്ച് സമർത്ഥിച്ച ഭാഷാ പണ്ഡിതൻ ആര് എന്ന ചോദ്യത്തിന് AR രാജരാജവർമ്മ, നമ്മുടെ ഇഷ്ടപ്പെട്ട ആളാണ്. കേരള പാണിനിയും വൃത്തമഞ്ജരിയും ഒക്കെ എഴുതിയിട്ടുള്ള അയാളാണോ? സിയൽ ആന്റണി ആണോ? സംക്രമണവാദമല്ലേ അദ്ദേഹത്തിൻ്റെത്? ജോർജ് മാത്തനാണോ? അല്ല ഇളംകുളം കുഞ്ഞൻപിള്ളയാണോ? നമ്മൾ കണ്ടെത്തി ഏതാണ്? ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് ശരിയായ ഉത്തരം അല്ലേ? ഓക്കെ, അതിന് വിശദീകരണമൊക്കെ നമുക്ക് പിന്നീട് ഞാൻ തരുന്നുണ്ട്. ഇത് വിശദമായി നമ്മൾ ചർച്ച ചെയ്യും. അടുത്തത് 3, വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? അധ്യാപകൻ, അധ്യേതാവ്, അധ്യയന വിഷയം, അധ്യയന മാർഗം അല്ലേ? എല്ലാം പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാണ്? ആർക്ക് വേണ്ടി ആയിരിക്കണം വിദ്യാഭ്യാസ പഠനങ്ങൾ തയ്യാറാക്കേണ്ടത്? അധ്യേതാവിന് വേണ്ടിയാണ്, പഠിതാവിന് വേണ്ടിയാണ് അല്ലേ? അവനാണ്. ശിശു കേന്ദ്രീകൃതമാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ആയിരിക്കണം. നമ്മുടെ നയപരിപാടികളും നമ്മുടെ ആസൂത്രണമെല്ലാം കുട്ടിയെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം. എന്നാൽ തൊട്ടു മുമ്പ് അധ്യാപക കേന്ദ്രീകൃതമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. എന്നാൽ ഇന്ന് ശിശു കേന്ദ്രീകൃതമാണ്. അതിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ആരാണ്? അധ്യേതാവാണ്, പഠിതാവാണ്. ഓക്കെ, അടുത്ത ചോദ്യം 4-മത്തത് കവിതയിൽ നിന്നാണ് മക്കളെ ചോദ്യം വന്നിരിക്കുന്നത്. കവിത എന്ന് പറഞ്ഞാൽ 1-മത്തെ മൊഡ്യൂൾ ആയിരുന്നു. സാഹിത്യപരം എന്നുള്ളതിൽ കവിതയിൽ നിന്നാണ് ചോദ്യം. കാഞ്ചനക്കൂടിന്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണ്ണക്കിളി എന്ന് ഡോക്ടർ M ലീലാവതി വിശേഷിപ്പിച്ച കവി ആര്? കുമാരനാശാൻ, P കുഞ്ഞിരാമൻ നായർ, ചങ്ങമ്പുഴ, വള്ളത്തോൾ അല്ലേ? ആരെക്കുറിച്ചാണ്? വള്ളത്തോളിനെ കുറിച്ചാണ് ഇങ്ങനെ അവതരിപ്പിച്ചിട്ടുള്ളത്. കുമാരനാശാനെ കുറിച്ചിട്ട് പല വിശേഷങ്ങളുമുണ്ട്. എന്താണ്? വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ സ്നേഹഗായകൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ P കുഞ്ഞിരാമൻ നായരെ പ്രകൃത്യുപാസകനായ കവിയെന്നും ചങ്ങമ്പുഴയെ മലയാളത്തിൽ ഓർഫ്യൂസ് എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വിശദമായി നമ്മൾ ക്ലാസ്സിൽ പറയും. അടുത്ത ചോദ്യം കഞ്ചനേർമിഴി. ഇതാണ് ഞാൻ പറഞ്ഞത്, അന്ന് കുട്ടികളെ അല്പം കണ്ണീരണിയിച്ചൊരു ചോദ്യമാണ്. 10-ൽ കിട്ടാൻ തടസ്സമായി നിന്നൊരു ചോദ്യമാണിത് അല്ലേ? അത് നമ്മൾ സമ്മതിക്കുന്നു. കഞ്ചനേർമിഴി ബഹുബ്രീഹി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുബ്രീഹിയുടെ എല്ലാ ഉത്തരവും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. കുറേ ഉദാഹരണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ സത്യം പറയാമല്ലോ, ഇത് നേരിട്ട് അങ്ങ് പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് നമ്മൾ സമ്മതിക്കുന്നു. അപ്പോൾ ഇനി ആ കുഴപ്പമുണ്ടാവില്ല. അതിന്റെ വിശദമായിട്ട് നമ്മൾ പറയും. കഞ്ചനേർമിഴി ബഹുബ്രീഹിയാണ്. ബഹുബ്രീഹിയുടെ വിഭാഗങ്ങളിലേക്ക് നിങ്ങൾ പോവേണ്ടതുണ്ട്. ഉപമാഗർഭം എന്നാണ് അല്ലേ? ബഹുബ്രീഹി എന്ന് പറയുന്ന അന്യപദത്തിന് പ്രാധാന്യമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവീഭാവൻ എന്ന് പറയുമ്പോൾ പൂർവ്വപദത്തിന് പ്രാധാന്യം, തൽപുരുഷൻ എന്ന് പറയുമ്പോൾ ഉത്തരപദത്തിന് പ്രാധാന്യം, ദ്വന്ദ്വ സമാസം എന്ന് പറയുമ്പോൾ 2 പദത്തിനും പ്രാധാന്യം. ബഹുബ്രീഹി എന്ന് പറയുമ്പോൾ അന്യപദത്തിന് പ്രാധാന്യമാണ്. താമരക്കണ്ണിയാൾ, മൈക്കണ്ണിയാൾ അല്ലേ? അതാണ് ആ രീതിയിലുള്ള വരുന്നതാണിത് കഞ്ചനേർമിഴി എന്നുള്ളത്. ഉപമാഗർഭമാണ് ശരിയായ ഉത്തരം. ഓക്കെ, അടുത്തത് ഒരു അധ്യാപകൻ 5-10 കുട്ടികൾ മാത്രമുള്ള ഒരു സംഘത്തെ 10-15 മിനിറ്റ് മാത്രം നീളുന്ന കാലയളവിൽ ഒരു ചെറിയ പാഠഭാഗം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ബോധന മാതൃക ഏതാണ്? ഒരു ചെറിയ ഭാഗം മാത്രം പഠിപ്പിക്കുന്നു അല്ലെ? വ്യക്തിയധിഷ്ഠിത ബോധനമാണോ? അല്ല, ഒരു ഗ്രൂപ്പിനെ അല്ലേ പഠിപ്പിക്കുന്നത്. അപ്പൊ വ്യക്തിയധിഷ്ഠിത ബോധനമല്ല. സൂക്ഷ്മ നിലവാര ബോധനം ശരി ഉത്തരമാണ്. സൂക്ഷ്മ നിലവാര ബോധനമാണ് ഇത്. ഇത് 3-മത്തെ മൊഡ്യൂളില്ലേ, ബോധനശാസ്ത്രം എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണിത്. ബോധന ശാസ്ത്രപരം എന്ന് പറയുന്ന 3-മത്തെ മൊഡ്യൂൾ സാറോട് പരിചയപ്പെടുത്തിയില്ലേ? അതിൽ നിന്ന് വന്ന ചോദ്യമാണ്. എല്ലാ മൊഡ്യൂളിൽ നിന്ന് ഈക്വലായിട്ട് ചോദ്യം വന്നിട്ടുണ്ട് കേട്ടാ. ഓക്കെ, സൂക്ഷ്മ നിലവാര ബോധനമാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം 2024 ഏപ്രിൽ മാസം കണ്ടോ. 2024 ഏപ്രിൽ മാസം 1974 ഏപ്രിൽ മാസമാണ് കണ്ടോ. എന്തൊരു സൂക്ഷ്മ തലത്തിലേക്കാണ് ചോദ്യം പോയത്. നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ നോവൽ പ്രസിദ്ധീകരിച്ച വർഷവും നോവൽ ആരംഭിക്കുന്ന രീതിയൊക്കെ പഠിപ്പിച്ചിരുന്നു. ഓരോ നോവലും തുടങ്ങുന്ന എങ്ങനെയാണെന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. നോവലിലെ കഥാപാത്രങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രസിദ്ധീകരിച്ച വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് പ്രയാസം ഉണ്ടായിരുന്നില്ല. എന്നാലും കഠിന നിലവാര ചോദ്യമാണ്. 2024 ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിന്റെ 50-ാം വർഷത്തിലെഴുതിയ മലയാളത്തിലെ നോവൽ ഏതാണ്? ധർമ്മപുരാണമാണോ? അത് 1969 മയ്യഴിപ്പുഴ തീരങ്ങളിൽ റൈറ്റ് ആൻസർ. അത് 1974 ഏപ്രിൽ മാസമാണ് അല്ലെ? OV വിജയൻ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഈ മയ്യഴിപ്പുഴ തീരങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് 1974 വളരെ മലയാളം സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു നോവലാണ് മയ്യഴിപ്പുഴ തീരങ്ങളിൽ.
1969 ധർമ്മപുരാണം. അതിനേക്കാൾ ഗംഭീരമായ മലയാളം ഏറെ വായിക്കപ്പെട്ട നോവലാണ് ധർമ്മപുരാണം. മലയാളത്തിൽ മലയാള നോവലിന്റെ ചരിത്രത്തെ പറ്റി പറയുമ്പോൾ ധർമ്മപുരാണത്തിന് മുമ്പും ധർമ്മപുരാണത്തിന് ശേഷവും എത്ര ചോദ്യമാ PSC ചോദിച്ചത്. കുപ്പുവച്ചനെ ചോദിച്ചു, അപ്പുക്കിളിയെ ചോദിച്ചു, രവിയെ ചോദിച്ചു, മൈമോനിയെ ചോദിച്ചു. ഇങ്ങനെ കഥാപാത്രങ്ങളൊക്കെ കണ്ടമാനം ചോദിച്ചിട്ടുള്ള ഒരു തസ്രാക്ക്, ഇതൊക്കെ നമുക്ക് അവിടെ പഠിച്ചു പോവേണ്ടതായിട്ടുണ്ട്. ധർമ്മപുരാണം, വേരുകൾ, ആത്മാംശമുള്ള മലയാറ്റൂരിന്റെ നോവലാണ് വേരുകൾ, അയൽക്കാർ, ഇങ്ങനെ എല്ലാ നോവലും ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ നോവലുകളാണ്. അപ്പൊ ഓരോന്നിനും പ്രസിദ്ധീകരിച്ച വർഷവും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ചോദ്യം പ്രയാസമില്ല. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ശരിയായത്. പദശുദ്ധി നമുക്ക് പഠിക്കണ്ടേ? അത് സിലബസിലില്ലേ? ഒരു 300 പ്രധാനപ്പെട്ട വാക്കുകൾ നമ്മൾ ലിസ്റ്റാക്കി പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പ്രത്യേകമായിട്ട് അതിൽ വന്ന കൃത്യം വാക്കുകൾ നിങ്ങൾ കുട്ടികളോട് ചോദിച്ചാൽ മതി. ആ സ്ലൈഡിലുള്ള വാക്കുകളായത് മുഴുവൻ. അടിമത്തം, യാദൃശ്ചികം, വിമ്മിട്ടം, പ്രവൃത്തി. ഇതിൽ ഏതാണ് ശരിയായത്? അടിമത്തം, ഇങ്ങനെയല്ലേ എഴുതുക? യാദൃശ്ചികം ശരിയാണ്. വിമ്മിഷ്ടം എന്നാ പറയാ, വിമ്മിട്ടമാണ് ശരി. പ്രവൃത്തി എന്നാണ് ശരിയായ പദം. അപ്പോൾ ഏതാണ്? അപ്പൊ 2ഉം 3ഉമാണ് ശരി. ഇതാ C 2ഉം 3ഉം ശരി. അത് ഫുള്ള് കുട്ടികൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും പ്രയാസമില്ല. അടുത്തത്, വാസനാവികൃതി മലയാളത്തിലെ ആദ്യ ചെറുകഥയാണ്. വാസനാവികൃതി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ, അല്ലേ? വാസനാവികൃതി എന്ന ചെറുകഥ ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയ മാസിക നോക്കൂ നിങ്ങൾ. മാസികയാണ് ചോദിച്ചത്. വിദ്യാവിനോദിനി, വിദ്യാവിലാസിനി, ഭാഷാപോഷിണി, ആത്മപോഷിണി. ഇതെല്ലാം അക്കാലത്തെ ആ മാസികകളാണ്, അല്ലേ? വിദ്യാവിനോദിനി ആണ് മാസിക. CP അച്യുതമേനോന്റെ നേതൃത്വത്തിൽ സാഹിത്യത്തിന് വേണ്ടി പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള മാസികയായിരുന്നു വിദ്യാവിനോദിനി. അതിലാണ് വാസനാവികൃതി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇനി വിലാസിനി മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസികയാണ്. എന്നാൽ വിദ്യാവിനോദിനി ആദ്യത്തെ സമ്പൂർണ്ണ സാഹിത്യ മാസികയാണ്. വ്യത്യാസം മനസ്സിലാക്കണം. ഭാഷാപോഷിണി എന്ന് പറയുന്നത് കവിസമാജത്തിന്റെ പേര് ഭാഷാപോഷിണി സഭ എന്ന് മാറ്റി കണ്ടത്തിൽ വർഗീസ് മാപ്പിള, അതിന്റെ പ്രസിദ്ധീകരണമാണ് ഏത്? ഭാഷാപോഷിണി. ഇപ്പോഴും പ്രസിദ്ധീകരണം തുടരുന്നു. അന്നുണ്ട്, ഇപ്പോഴും ഭാഷാപോഷിണി നിങ്ങൾക്ക് ലഭ്യമാണ്, അല്ലെ? ആത്മപോഷിണി വള്ളത്തോളിന്റെ പത്രാധിപത്യത്തിലുള്ളതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അടുത്ത ചോദ്യം, പെൺമണി വദനം കണ്ടാൽ വെൺമതി രണ്ടെന്നുമേ വിടും മനം, ഉണ്മ നിനച്ചതിലെല്ലാം വെൺമതി രണ്ടെന്നുമേ വിടും നമനം, അല്ലേ? ആദിപ്രാസം, അന്ത്യപ്രാസം, യമകം, ലാടാനുപ്രാസം. ഇതിൽ ശരിയായി തോന്നുന്നത് യമകമാണ് ശരിയുത്തരം. അക്ഷരങ്ങൾ കൂട്ടങ്ങളൊന്നായിട്ട് അർത്ഥം ഭേദിച്ചിടുമ്പടി ആവർത്തിച്ച് കതിച്ചിടിൽ യമകം ഫലമാതി. അക്രൂരൻ എന്നൊരു പേരായി എന്നുള്ള ഒരു അക്രൂരനെങ്ങാനും വന്നുപോയാൽ എന്നൊരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് യമകം. അപ്പോൾ ഈ 10ൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും സിലബസ് കേന്ദ്രീകൃതമായ ചോദ്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ 10 ചോദ്യങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത സെറ്റ് ചോദ്യത്തിലേക്ക്. 6 മലയാളിക്ക് 100 മലയാളം, അരമലയാളിക്ക് 1 മലയാളം, ഒരു മലയാളിക്കും മലയാളമില്ല. കുറുകിക്കൊള്ളുന്ന ഈ വരികൾ ആരുടേതാണ്? കുഞ്ഞുണ്ണി മാഷ്ടേതാണ് ശരിയുത്തരം. അപ്പോൾ വരി ചോദിക്കും പരീക്ഷയ്ക്ക്, അല്ലെ? വരികൾ ചോദിക്കും. മക്കൾ വരികൾ പ്രത്യേകമായി ലിസ്റ്റാക്കി പഠിക്കണം. കേരളമോപ്പാസാങ് എന്ന് പറയുമ്പോൾ അപരനാമം എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ നേരിട്ട് വന്നിട്ടില്ല. എങ്കിൽ പോലും അപരനാമങ്ങളും തൂലികാനാമങ്ങളും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ? കേരളമോപ്പാസാങ് എന്നറിയപ്പെടുന്നത് ആരാണ്? തകഴിയാണ് ശരി ഉത്തരം, അല്ലെ? അടുത്ത ചോദ്യം ഞാൻ മാതൃകയ്ക്കാണ്. വിശദമായി ഈ ചോദ്യം നമ്മൾ യൂട്യൂബിൽ തന്നെ നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്യും. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2020 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളത്തിലെ കഥാസമാഹാരം. കഥ എന്നുള്ള കഥാസാഹിത്യം എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. 1ാമത്തെ മൊഡ്യൂളായിട്ടുള്ള സാഹിത്യപരം എന്നതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. കമ്പിളിക്കുപ്പായം, ആകസ്മികം, കല്യാശ്ശേരി തീസിസ്, വാഴ്ത്തപ്പെട്ട പൂച്ച, അല്ലെ? വാഴ്ത്തപ്പെട്ട പൂച്ച ഗ്രേസിയുടെ നോവൽ ചെറുകഥയാണ് വാഴ്ത്തപ്പെട്ട പൂച്ച. 2020 ബാലസാഹിത്യ പുരസ്കാരം. അപ്പൊ അവാർഡുമായി കഥയുമായി. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നതിൽ നപുംസകലിംഗത്തെ കുറിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ലിംഗം എന്ന ടോപ്പിക്കിൽ നിന്നാണ്, അല്ലെ? ലിംഗം എന്ന ടോപ്പിക്ക്, അല്ലെ? ലിംഗം, വചനം എന്ന ഭാഗമൊക്കെ പഠിപ്പിക്കാനില്ലേ? ലിംഗം എന്ന ടോപ്പിക്കിൽ നിന്ന് പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം, സാമാന്യലിംഗം, ഉഭയലിംഗം, അലിംഗം. ഇതിൽ മേശയാണ്, അല്ലെ?
നപുംസക ലിംഗത്തെ സൂചിപ്പിക്കുന്ന പദം അവിടെ മേശയാണ്. ആൺപെൺ വ്യത്യാസമൊന്നുമില്ല, മേശയാണ് ശരി ഉത്തരം. അത് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും കിട്ടിക്കോളും, എളുപ്പമാണ് അല്ലേ. ഇനി മലയാളത്തോടൊപ്പം മറ്റേത് ഭാഷ കൂടി ചേർന്നാണ് മണിപ്രവാളം രൂപപ്പെടുന്നത് അല്ലെ. മണിപ്രവാളത്തിലെ ആദ്യ കൃതി എന്ന് പറയുന്ന വൈശികതന്ത്രമാണ്. മണിപ്രവാള സാഹിത്യം 400 കൊല്ലക്കാലത്തോളം മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സാഹിത്യ പ്രസ്ഥാനം അല്ലെ ആണ് വൈശികതന്ത്രം മുതൽ ഇങ്ങോട്ടുണ്ടായിട്ടുള്ള കൃതികൾ. അതിൽ ഏതൊക്കെ ഭാഷകളാണ് കൂടിച്ചേരുന്നത് എന്നുള്ളതാണ് അല്ലെ. മണിപ്രവാളത്തിൽ കൂടിച്ചേരുന്നത് മലയാളം പ്ലസ് സംസ്കൃതമാണ് അല്ലെ. മലയാളത്തോടൊപ്പം സംസ്കൃതം ശരി ഉത്തരമാണ്. എന്നാൽ പാട്ട് എന്നൊരു പ്രസ്ഥാനമുണ്ട്, അതിൽ മലയാളവും തമിഴുമാണ് കൂടിച്ചേരുന്നത്. രാമചരിതം ആ പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയാണ്. വൈശികതന്ത്രം മണിപ്രവാളത്തിലെ ആദ്യ കൃതിയാണ്. അതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കും. അടുത്തത് കലാധരൻ എന്നതിന് സമാനമല്ലാത്ത സമാന പദം അല്ലെ. വ്യാകരണത്തിൽ നിന്നാണ് ചോദ്യം. പര്യായ പദങ്ങൾ നമ്മൾ പഠിക്കണം. പര്യായ പദങ്ങൾ പഠിക്കുമ്പോഴാണ് നമുക്ക് സമാന പദത്തിന് ഉത്തരം എഴുതാൻ കഴിയുന്നത്. രവി, വിധു, മൃഗാങ്കൻ, നിശാധിപതി. കലാധരൻ എന്ന് പറയുന്നത് കല ധരിക്കുന്ന, കലയുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ്. കല എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പൊ ഇവിടെ രവിയാണ് ശരി ഉത്തരം. അല്ലാത്തതാ ചോദിച്ചിരിക്കുന്നത്, രവിയാണ് ശരി ഉത്തരം. വിശദാംശങ്ങളിലേക്ക് പിന്നെ പോകാം. അടുത്ത് ബോധനശാസ്ത്രത്തിൽ നിന്നുള്ളത് കറക്റ്റ് സിലബസ് കേന്ദ്രീകൃതമാണ് ചോദ്യം. അതിനാണ് ഞാൻ ഇത് പരിചയപ്പെടുത്തുന്നത്. ശ്രവണ നൈപുണ്യയുടെ വികാസത്തിന് ജിജ്ഞാസ ഉണർത്തുന്നതും രസകരവുമായ അനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട്. ഈ പ്രസ്താവനയോട് നിങ്ങളുടെ പ്രതികരണം എന്താണ് അല്ലേ. എന്താണ്? ഭാഗികമായി ശരി, തെറ്റ്, ഭാഗികമായി തെറ്റ്, ശരി, ശരിയാണ്, അങ്ങനെ നൽകേണ്ടതുണ്ട്. ബോധനശാസ്ത്രത്തിൽ നിന്നാണ് ചോദ്യം. കൈകൊണ്ട് കീറുന്നതിന് വേണ്ടി വ്യത്യസ്ത വസ്തുക്കൾ കുട്ടികൾക്ക് നൽകുന്നത് ഏത് വികാസ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഏത് ബുദ്ധി മേഖലയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ശാരീരിക ചാലക വികാസം എന്നുള്ള മേഖലയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ശാരീരിക ചലപരമായ ബുദ്ധി എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഹവാർഡ് ഗാർണറുടെ ഫ്രെയിംസ് ഓഫ് ദി മൈൻഡ് എന്ന് പറയുന്ന കൃതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം 9 തരം ബുദ്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനുമുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി നിങ്ങളെ പഠിപ്പിക്കും. അത് ബോധനശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്, ഭാഷാ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ്. അത് വിശദമായിട്ട് 9 എണ്ണവും അതിൽ വരുന്ന പ്രവർത്തനങ്ങളും നമ്മൾ പഠിപ്പിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. ഇപ്പോൾ നിലവിലുള്ള ഭാഷാ പഠന രീതി ഏതെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ഇപ്പോൾ നിലവിലുള്ള ഭാഷാ പഠന രീതി ഏതാണ്? ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അക്ഷരാവതരണ രീതിയായിരുന്നു, അതല്ല ഇപ്പോഴ്. ആദ്യം അക്ഷരം, പദം, വാക്യം, ആശയം എന്നായിരുന്നു പണ്ടത്തെ രീതി. എന്നാൽ ഇന്നെന്താണ്? ഇന്ന് ആശയാവതരണ രീതിയാണ്. എന്താണ് ആശയാവതരണ രീതിയുടെ ശരിയായ ക്രമം എന്ന് ചോദിച്ചിട്ടുണ്ട്. ആശയാവതരണ രീതിയുടെ ക്രമം എന്താണ്? ആശയം, വാക്യം, പദം, അക്ഷരം അല്ലേ. അതാണ്. പ്രഭാഷണ രീതിയുണ്ട്, പാഠപുസ്തക രീതിയുണ്ട്. ഇന്ന് ആശയാവതരണ രീതിയാണ്. ഓക്കെ, വിശദമായിട്ട് നമുക്ക് പിന്നെ പറയാം. ഭാഷയുമായി ബന്ധപ്പെട്ട പഠന പ്രക്രിയ നിരന്തര വിലയിരുത്തലിന്റെ ഭാഗമായി വിലയിരുത്തുമ്പോൾ പരിഗണിക്കേണ്ട സൂചകം എന്താണ് അല്ലെ. ഇന്ന് എന്താണ്? ഭാഷാ പഠനത്തിൽ നിരന്തര വിലയിരുത്തലാണ്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ് അല്ലെ. അതിന്റെ ഭാഗമായിട്ട് പഠന പ്രവർത്തനത്തിൽ പഠിതാവിന്റെ പങ്കാളിത്തം, ഭാഷയിലെ ഉള്ളടക്കപരമായ ധാരണ, വിവിധ വ്യവഹാര ഭാഷകൾ പഠിതാവിന്റെ പ്രകടനം, മേൽ സൂചിപ്പിച്ചവയെല്ലാം. ഇതിൽ ഏതാണ് ശരി ഉത്തരം എന്ന് പറഞ്ഞാൽ, ഭാഷയുമായി ബന്ധപ്പെട്ട നിരന്തരമായ വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് പരിഗണിക്കപ്പെടേണ്ടുന്ന സൂചകങ്ങൾ എന്ന് പറയുന്നത് എയും ബിയും സിയും എല്ലാമാണ്. അപ്പോൾ ഡി ആണ് ശരി ഉത്തരം. എ, ബി, സി ഇവയെല്ലാം നിങ്ങൾ നിരന്തര വിലയിരുത്തലിന്റെ കണ്ടിന്യൂസ് ഇവാലുവേഷന്റെ ഭാഗമായിട്ട് വേണം. അപ്പൊ കണ്ടിന്യൂസ് ഇവാലുവേഷനെ കുറിച്ച് ഇന്ന് അല്ലേ, ഭാഷാ പഠനത്തിൽ കണ്ടിന്യൂസ് ഇവാലുവേഷന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ വരും എന്ന് സൂചിപ്പിക്കാനാണ്. അപ്പൊ 10ൽ 10 കിട്ടാനായിട്ട് നമ്മൾ എന്തൊരു സ്ട്രാറ്റജിയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. കുറച്ചു പഠിക്കുക എന്നുള്ളതല്ല, കൂടുതൽ പഠിച്ച് മുഴുവൻ മാർക്കും വാങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി. ആ രീതിയിൽ പഠനം മുന്നോട്ട് പോകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? എത്രയും പെട്ടെന്ന് പ്രെപ് സ്കെയിൽ ജോയിൻ ചെയ്യുക. നിങ്ങളെ ഒരു സ്കൂളിലെ അധ്യാപിക ആക്കുന്നതിൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ കൂടെ ഉണ്ട്. മുൻകാലങ്ങളിൽ നമ്മൾ പരിശീലിപ്പിച്ചതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കൂടുതൽ സമയമെടുത്തുകൊണ്ട് നിങ്ങളെ പരിശീലിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.